ഇവൻ ചെയ്ത തെറ്റിന് ജീവിതം വഴിമുട്ടിയ ഒരു പെണ്ണിന് ഒരു നല്ല ജീവിതം കൊടുക്കേണ്ടത് ഇവനെ 10 മാസം ചുമന്ന എന്റെ ഉത്തരവാദിത്വം. അത് ഞാൻ ചെയ്യും. അതിന് എനിക്ക് എന്റെ കൃഷ്ണേട്ടന്റെ അനുവാദം മാത്രം മതി. ദാസേട്ടാ, പലരും പലതും പറഞ്ഞിരിക്കും. ദാസേട്ടൻ അത് കാര്യമാക്കണ്ട. ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വാക്കാ. കല്യാണിയുടെ കല്യാണം ഞങ്ങൾ നടത്തും. മതി മാഡം, ഈ ഒരൊറ്റ വാക്ക് മാത്രം മതി. മനസ്സ് നിറഞ്ഞു. അമ്മേ, ഇന്ന് എന്നെ കല്യാണിയുടെ ബയോഡേറ്റയും ഫോട്ടോയും എല്ലാ സ്റ്റാഫുകളുടെയും മെയിലേക്ക് അയച്ചിടാം. ഓക്കെ, എന്നാ ഇനി എല്ലാവർക്കും പോകാം. ഈ മീറ്റിംഗ് കഴിഞ്ഞു. എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കല്യാണം അഖിലാണ്ടേശ്വരി നടത്തുന്നത് എനിക്കൊന്ന് കാണണം. അടിക്ക് തിരിച്ചടി കൊടുത്താലും തീരുന്നല്ല ഈ പ്രശ്നം. അഖില മേഡം കണ്ടല്ലോ മോന്റെ സ്വഭാവം. അടുക്കളക്കാരിയെ പറ്റി പറഞ്ഞപ്പോ അവന് സഹിക്കുന്നില്ല. എന്റെ അമ്മ പോലും ജീവിതത്തിൽ എന്നെ അടിച്ചിട്ടില്ല. പക്ഷെ സാരമില്ല, അരവിന്ദ നിശ്ചയ സമയത്ത് കാണിച്ച ക്രൂരതയോളം വരില്ല ഇതൊന്നും. ഇനി ആന്റിക്ക് പറയാൻ പറ്റുമോ? അടുക്കളക്കാരിയെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ അടിച്ച ആ കൈയും പിടിച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ നടക്കണമെന്ന്. എനിക്കും വേണ്ട ആന്റി ഒരു സെൽഫ് റെസ്പെക്ട്. ഈ കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ പലരും വിളിച്ചു പറഞ്ഞു, കുടിയനാ, പെണ്ണു പിടിയനാ, താന്തോന്നിയാന്നൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ് എല്ലാം മാറ്റിയെടുക്കാന്ന് വിചാരിച്ച് ഞാൻ ഇവനെ എന്റെ സ്വന്തമായിട്ട് കരുതി. ആ എന്നോട് ഇവൻ എന്നെ ചതിക്കായിരുന്നില്ല ആന്റി. എന്നെ വട്ടപൂജ ആക്കി കളഞ്ഞില്ലേ? മതി കത്തിക്കയറിയത്. ഇപ്പൊ ഈ സാരി ഈ കുട്ടി എങ്ങനെ വാങ്ങിച്ചു എന്ന് നിനക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. ആ അതെ, അത് മതി. പക്ഷെ അറിയണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടും. ശരി, ആയിക്കോട്ടെ. കല്യാണി, ഈ സാരി നീ എങ്ങനെയാ വാങ്ങിച്ചത്? അത് പിന്നെ ആ ഇപ്പൊ മനസ്സിലായോ ചേച്ചിക്ക്? ഇവള് പേരും കള്ളിയാണെന്നേ. പറയടി, നീ എവിടുന്ന് മോഷ്ടിച്ചു ഇതിനുള്ള കാശ്? എപ്പോഴായിരുന്നു മോഷണം? വിലാസിനി, സ്റ്റോപ്പ് ഇറ്റ്, ഐ സേ. കല്യാണി, നീ പറ, ഈ സാരി എങ്ങനെ വാങ്ങിച്ചു? വല്യവന് വാങ്ങി തന്നാണെന്ന് പറഞ്ഞ മാഡം, ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ആ സാരി വാങ്ങിക്കൊടുത്ത ഞാനാ. നമ്മൾ അരവിന്ദിന്റെ എൻഗേജ്മെന്റിന് ഡ്രസ് എടുക്കാൻ പോയ ദിവസം ഓർക്കുന്നില്ലേ? അന്ന് എന്നെ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുവിട്ട ദാസേട്ടൻ കല്യാണിയെ പെണ്ണ് കാണാൻ വരുന്നതുകൊണ്ട് അവൾക്ക് ഡ്രസ് വാങ്ങാൻ അരമണിക്കൂർ പെർമിഷൻ ചോദിച്ചു. അപ്പൊ ഞാനാ പറഞ്ഞത്, അതേ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ് എടുത്താ ഞാൻ കാശ് കൊടുക്കാം. നമ്മുടെ സ്റ്റാഫുകൾക്ക് കല്യാണമാകുമ്പോ നമ്മൾ സാധാരണ ഡ്രസ് എടുത്ത് കൊടുക്കാറില്ല. ഇപ്പൊ ദാസേട്ടന്റെ മകൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തന്നേ ഉള്ളൂ.
ഇനി ശേഷിക്കുന്നത് 4 ദിവസം മാത്രം. ആ ബാക്കിയുള്ള 4 ദിവസം കൊണ്ട് നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കണം. അനിയും കുഞ്ഞിനെ നന്ദന മേഡത്തിനെയും ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കും ഞാൻ. ഇത് കല്യാണിയുടെ വാക്കാ. അത് നടന്നില്ലെങ്കിൽ കല്യാണി പിന്നീട് ഈ ലോകത്തുണ്ടാവില്ല. കുടിക്കും. ചെറിയ ചൂടേ ഉള്ളൂ. ആടലോടവും കുരുവളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചേർത്തുണ്ടാക്കിയതാ. മറ്റു ചേരുവകളൊന്നും അച്ഛനറിയില്ല. എന്തൊരു കയ്പ്. കൊരങ്ങ, ഇത് സിദ്ധൌഷധാടാ. തുപ്പിക്കളയാണോ നീ? ആടലോടകവും കുരുമുളകും മാത്രം ചേർത്താ പോരാ. കാട്ടുതുളസിയും കിരിയാത്തും കുറച്ച് മല്ലിയും കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, ഒരു ഡെങ്കിപ്പനിയും വരില്ല, ഒരു ചിക്കൻ കുനിയും വരില്ല. അതറിയാമോ നിനക്ക്? ഓ, എന്റെ ചേച്ചി വൈദ്യരത്നം കല്യാണിയാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. സോറി വേണം വൈദ്യരെ. കൊള്ളാം. ഇത്രയൊക്കെ അറിയാവുന്ന മോളാണ് ഈ കാലാവസ്ഥയിൽ ഈറനോടെ ശയനപ്രദർശനം ചെയ്യാൻ പോയത്. പിന്നെ എന്തിനായിരുന്നു ഇത്ര കടുത്ത പ്രയോഗം? അതച്ഛാ, നന്ദന മേഡത്തിന്റെ അനിയും കുഞ്ഞിന്റെയും കല്യാണം നടക്കണ്ടേ? ഞാൻ നോക്കിയപ്പോ തടസ്സങ്ങളോട് തടസ്സങ്ങളാ. എന്തൊക്കെയോ പ്രശ്നങ്ങള്. ഞാൻ ആലോചിച്ചപ്പോ അതൊക്കെ മാറാൻ ഈ ഒരൊറ്റ വഴിയെ ഞാൻ കണ്ടുള്ളൂ. എനിക്കൊരൽപ്പം ശരീരം നൊന്താലും സാരമില്ല. എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കണം. അതിനാ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തേ. ആ, ഒരു തരത്തിൽ പറഞ്ഞ അന്നം തരുന്ന കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എന്റെ മോൾ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ നീ എപ്പോഴും സ്വന്തം ആരോഗ്യം കൂടി നോക്കണം കേട്ടോ. കേട്ടിട്ടില്ലേ, താൻ ചത്ത് മീൻ പിടിച്ച പിന്നെ ആ മീൻ തിന്നാൻ ആളെ കാണില്ല. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പം ഞാൻ ചൂടുകഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം. അതിനു മുമ്പ് ആവി പിടിക്കണം. നീ എണീക്ക്, ഞാൻ വിക്സിട്ട് ചൂടുവെള്ളം കൊണ്ടുവരാം. അച്ഛൻ നിക്ക്. കഷായം കുടിച്ചപ്പോ തന്നെ എന്റെ പകുതി പനിയും പോയി. ഇനി ആവി പിടിക്കലും കഞ്ഞി വെക്കലും ഒക്കെ ഞാൻ ചെയ്തോളാം.